അപ്പം ദേ ഞങ്ങളിപ്പോൾ കാറ്റാടി വീശി പോയി കഴിഞ്ഞ് ഞങ്ങളിതേ മുനമ്പം ബീച്ചിൽ വന്നേക്കണേന്. അവിടെ ആകെ അടിപൊളിയാണ്. ഇവിടെ കൈകുട്ടിക്കളി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നോക്കാൻ വന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് അതിനും വലിയൊരു സർപ്രൈസ് ആയിപ്പോയി ഇവിടെ. ദേവുട്ടിയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ദേവുട്ടി, മാളു, വല്യമ്മ, അച്ഛനമ്മ എല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അവരെ കൈകുട്ടിക്കളിയാണെന്ന് പറഞ്ഞത്. പക്ഷേ അവർ പോയി വീട്ടിൽ പോയി ഞങ്ങളിതേ കൈകുട്ടിക്കളിക്ക് വന്നു. അവരാണ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണത്. എന്ത് പറയാനാണല്ലേ. അടിപൊളി വ്യൂ. ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ നമുക്ക് അഴീക്കോട് ബീച്ചും കാണാം. അതും കാണിച്ചു തരാവേ. ഈ കൈകൊട്ടിക്കളിക്കുള്ള ആളുകൾ ദേ ഇവിടെ ഉണ്ട്. അവർ ദേ ഇവിടെ നടക്കുകയാണ്. പ്രതീക്ഷിക്കാതെ കണ്ടതുകൊണ്ടുള്ള എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. സാധാരണ ഞങ്ങൾ ഇങ്ങനെ രാത്രിയൊന്നും മുൻപത്തോട് വരാറില്ല. അപ്പം അതിൻ്റെ ആ ഒരു ഇതിലാണ് ഇത്രയും ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടിയത്. അപ്പം ലൈറ്റും ഇതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ആകെ ഒരു ഇത്. പിന്നെ അവരുടെ കുറച്ച് നേരം ഡാൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ആരണ്ടൊക്കെ ചൂണ്ടിരുന്നുണ്ടെന്ന്. അപ്പം ഇതാണ് മുനമ്പത്തുനിന്ന് അഴീക്കോടോട്ടുള്ള വ്യൂ. ബീച്ചിൽ ദേ 2 പയ്യന്മാർ ചൂണ്ടിരുന്നുണ്ടായിരുന്നു. അവര് 5 മണിയായപ്പോൾ എന്താണ് വന്നാണ് വൈകുന്നേരം. ഇത്രയും നേരം 8-8, 9 മണിയായിട്ട് അവർക്കൊന്നും കിട്ടില്ല. അപ്പം അവരിതേ എല്ലാം എടുത്ത് പോവാൻ നിൽക്കണേണ്. അപ്പം ഞങ്ങൾ കണ്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നയിച്ചതാണ്. അവരെൻ്റെ ചൂണ്ടയുടെ എന്തോ രൂപ അങ്ങനെ എന്താണ് പറഞ്ഞു. എനിക്ക് വലിയ പിടുത്തമില്ല. അപ്പോൾ ദേ അതൊക്കെ ആ ചെക്കൻ ടോർച്ചൊക്കെ അടിച്ച് കാണിച്ചു തന്നെയാണ്. ഇതൊക്കെയാണ് ഇത്രയൊക്കെ ഉണ്ടായിട്ടും മീനൊന്നും കിട്ടിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ പറയണേയിരുന്നു. പൊതുവെ മീൻ ഭയങ്കര കുറവാണെന്നാണ് എൻ്റെ ഡാഡിയും പറഞ്ഞത്. അപ്പം എങ്ങനെയാന്ന് അറിയത്തില്ല. ഞങ്ങൾ ഇതേ അപ്പനെയും അപ്പനെയും വലിയമ്മനെയൊക്കെ അപ്പൂസിനെയും ദേവുട്ടിനെയും പപ്പിനെയും കുഞ്ഞിനെയൊക്കെ പറ്റിച്ച് നടക്കണേ. ബീച്ചിലടക്കണേണ്. ഞങ്ങൾ സ്വിച്ച് ഇങ്ങനെ അച്ഛനവിടെ കൈയൊക്കെ പിടിച്ച് രണ്ടും കൂടി ഇങ്ങനെ നടക്കണേണ്. അഴീക്കോട് ബീച്ച് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് കാണാം. പക്ഷേ ഞങ്ങളുടെ ക്യാമറ വലിയ സുഖമില്ല. അത് കാരണം ആ ഒരു അതന്നെ നിങ്ങളിവിടെ പോയപ്പോ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാം. നല്ല ഭംഗിയാണ്, നല്ല വ്യൂ. ഇത് ഇവിടെ നല്ല വണ്ടിക്ക് അവിടെ നിന്ന് വരുമ്പോഴേ നല്ല ഇതിൽ കാണാം. ജയന്റ് വീലില്ലേ, അതാണ് നല്ല അടിപൊളിയായിട്ട് കാണുന്നത്. അതിന്റെ ലൈറ്റും ഇതൊക്കെ കണ്ടിട്ട് അമ്പോ അടിപൊളി. ഒന്ന് ഓടിപ്പോയി കയറിയാലെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. കൊതിയാണ് ഓടിപ്പോയി കയറിയാലെന്ന് ഇങ്ങനെ പ്ലാൻ ഇടുന്നുണ്ടല്ലേ. ഇവിടുന്ന് മൊബൈൽ എടുത്തിട്ട് വലിയ ഭംഗിയൊന്നുമില്ല. നേരിട്ട് കാണാൻ അടിപൊളിയാണ്. ഇപ്പം നൈറ്റൊക്കെ വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിരിക്കും. ഇവിടെ മനോഹര നല്ല വ്യൂ ആണ് അഴീക്കോടോട്ട്. നിങ്ങൾക്ക് അഴീക്കോട് പോകണമെങ്കിൽ അഴീക്കോട് പോയി നോക്കാം. ഇവിടെ നോക്കണമെങ്കിൽ ഇവിടെ നോക്കാം. പോകാൻ പറ്റാത്തവർ. അപ്പോൾ ഇവിടെ ഇന്ന് ഓണക്കളിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ജസ്റ്റ് ഒന്ന് വെറുതെ ഇറങ്ങിയതാണ്. അതേ വെറുതെ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്നും പറഞ്ഞുകൊണ്ട് നിൽക്കണേണ്. ഇവിടെ കരോളിന് പോയിട്ട് കുറച്ച് പൈസ കിട്ടി. അത് വെച്ച് കാറ്റാടി ബീച്ചിൽ പോയി. എന്നാൽ ട്രെയിനിലും പിന്നെ ഏതോ മിക്കി മൗസിൽ ചാടിക്കളിക്കാനൊക്കെ കയറി. അപ്പോൾ ബാക്കി പൈസയും കൊണ്ട് ബോൾ വാങ്ങിച്ചു. അപ്പോൾ ബോൾ വാങ്ങിച്ച് ഇറങ്ങിക്കൊണ്ട് തിരിച്ചു കൊടുത്തത്. അത് കൊടുത്തോണ്ട് അയാൾക്ക് കിൻഡർ ജോയ് വേണമെന്ന് പറഞ്ഞിട്ട് കിൻഡർ ജോയ് വാങ്ങാനായിട്ട് ഇറങ്ങി നടക്കണേണ്. കടകൾ അന്വേഷിച്ച് നടക്കണേണ് ഞങ്ങളിങ്ങനെ. കിൻഡർ ജോയ്. അപ്പം ഞങ്ങൾ ഡാൻസ് കണ്ടിട്ട് ഞങ്ങൾ പോണേ. അവിടെ 2 കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കിൻഡർ ജോയ് ഉണ്ടെന്ന് ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ കടയിൽ കയറിയില്ലെന്ന് പറഞ്ഞപ്പോൾ അതേ രണ്ടാമത്തെ കടയിൽ കയറിയപ്പോൾ എന്നാൽ കിൻഡർ ജോയ് വേണ്ട, ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞുകൊണ്ട് കിൻഡർ ജോയ് വേണ്ടെന്നല്ല പിന്നെ മതിയെന്ന്. ഇപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദേ ഈ അപ്പടെ കടയിൽ നിന്ന് അപ്പൂസ് ഒരു പിസ്ത ഫ്ലേവറും ഞാനൊരു സ്പാനിഷ് ഡിലൈറ്റ് കൊടുത്ത്. അപ്പോൾ അതേ അവിടുന്ന് വാങ്ങിച്ച് ഞങ്ങളതേ അതും കഴിച്ചുകൊണ്ട് ഇറങ്ങി. ഒന്നാമതേ തൊണ്ടക്ക് വയ്യ, പിന്നെ ഐസ്ക്രീം കണ്ടാൽ എങ്ങനെയാണ് ഞാൻ വെറുതെ വരുന്നത്. അതാണ് ഞാനും വാങ്ങിച്ച് കഴിച്ചത്. നിങ്ങൾക്ക് എൻ്റെ സംസാരം കേട്ടാൽ തന്നെ അറിയാം, മൂക്കും കൊണ്ടാണ് ഞാൻ സംസാരിക്കണത്. എത്ര ദിവസമായെന്ന് അറിയോ. അപ്പോൾ അതേ അത് ചേട്ടാച്ചൻ്റെ വണ്ടിയല്ലേ എന്നാണ് ആ ചോദിക്കണത്. ചേട്ടാച്ചൻ്റെ വണ്ടി ഇങ്ങനത്തെ അല്ലേ, അതല്ലേ അച്ഛൻ വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കാണിച്ചു കൊടുക്കണേണ്. അച്ഛൻ്റെ മുകളിൽ കൂടി വണ്ടിപ്രാന്തന്മാരാണ്. അപ്പോൾ അത് പറയണേണ്. അപ്പോൾ ഇതെല്ലാം ഗ്ലാമറാടാന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ആ കട അന്വേഷിച്ച് കയറിയത് ഞങ്ങളുടെ അവിടെയുള്ളൊരു കടയിലാണ്. റോഡിൽ 2-3 കട നോക്കിയിട്ട് ഇതാണ് ഉണ്ടായത്. പിന്നെ കിൻഡർ ജോയ് ഉള്ളത് ഓരോടത്തൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചെന്ന് ആളൊരു കിൻഡർ ജോയ് വാങ്ങിച്ചു. പക്ഷെ കിട്ടിയത് പിങ്ക് ആയിരുന്നു. അപ്പോൾ പിങ്ക് കിട്ടിയതിൻ്റെ ഒരു ഇതുണ്ട്, എന്നാലും കുഴപ്പമുണ്ടായിരുന്നു വെച്ചില്ല. അത് മതിയെന്നും പറഞ്ഞുകൊണ്ട് ഉള്ളതും കൊണ്ട് ഇനി കട നോക്കാനില്ലാത്ത കാരണം അത് വാങ്ങിച്ചു. അത് കിട്ടേണ്ട താമസം അത് അപ്പം തന്നെ അത് അവിടെ വെച്ച് തന്നെ പൊളിച്ച് അതിൻ്റെ ഇതൊക്കെ തിന്ന് മിഠായിയൊക്കെ നേരത്തെ തിന്ന് വടിച്ച് വെച്ച് അതിൻ്റെ വേസ്റ്റ് കൊണ്ട് അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട് അതിൻ്റെ ഉള്ളിൽ ഇപ്പം കളിപ്പാട്ടം നോക്കിയപ്പോൾ അതെന്തോ
ആനയുടെ എന്താണ്ടായിരുന്നു. അപ്പം അത് നോക്കി ഞാൻ ഫിറ്റൊക്കെ ചെയ്ത് കൊടുത്ത്, എന്നിട്ട് അതും കൊണ്ട് പോക്കറ്റിലൊക്കെ ഇട്ട് ഇറങ്ങി. അപ്പോഴാണ് ആ മുഖം ഒന്ന് തെളിഞ്ഞത്, ഒരാശ്വാസം കണ്ടത് അപ്പോഴായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ്, വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചെടുത്തതല്ല, ഒരു പെട്ടെന്നൊരു ഇതിൽ അതൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ട് എടുത്തത് തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ.